ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ക്യാപ്സിക്കം വടയുടെ റെസിപ്പിയാണ്. നമ്മുടെ ഉള്ളിവട പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ക്യാപ്സിക്കം, മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കവും പിന്നെ ഒരു സവോളയുമാണ്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ മുകൾ ഭാഗം കളഞ്ഞിട്ട് അതിനകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ സവോളയൊക്കെ നീളത്തിലരിയില്ലേ, അതുപോലെ നല്ല തിന്നായിട്ട് ഈ ക്യാപ്സിക്കവും നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. നല്ല തിന്നായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു സവോളയും ഇതുപോലെ അരിഞ്ഞ് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് കടലപ്പൊടിയും പിന്നെ 1/4 കപ്പ് അരിപ്പൊടിയുമാണ്. അപ്പോൾ നമ്മുടെ വടക്കൊരു ക്രിസ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഇത് ഒത്തിരി ലൂസാവാൻ പാടില്ല, കട്ടിയായിട്ട് തന്നെ വേണം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് സവോളയിലും ക്യാപ്സിക്കത്തിൽ നിന്നും വെള്ളം ഇറങ്ങും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നേരത്തെ വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1 ടേബിൾ സ്പൂൺ തിളച്ച എണ്ണയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വടയുടെ ഷേപ്പിൽ നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണിൽ കോരി ഒഴിക്കുകയും ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വടയൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നിറച്ച് എണ്ണ ഒഴിച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മുടെ വടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതിനകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അതിനുശേഷം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം കൂടെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചു കൊടുക്കുകയും വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ സൈഡും മൊരിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വട പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള വടയും കൂടി നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ക്യാപ്സിക്കം വട റെഡിയായി കഴിഞ്ഞു. ഉള്ളിവട പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് ക്യാപ്സിക്കം വട. ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.